മുംബൈയിലെ ആദ്യ ഓണം കയ്യിലുണ്ടായിരുന്നത് വെറും 2.5 രൂപ. തിരുവോണ സദ്യയ്ക്ക് വേണ്ടിയിരുന്നത് 7 രൂപ. പണം തികയാതെ സദ്യ കഴിക്കാതെ മടങ്ങേണ്ടി വന്ന ഒരു പ്രവാസി മലയാളിയുടെ വേദന. പക്ഷേ കാലം കാത്തുവെച്ചത് മറ്റൊരു ഓണക്കഥയായിരുന്നു. ഒരിക്കൽ 7 രൂപയുടെ കുറവിൽ ഓണസദ്യ നഷ്ടപ്പെട്ട വൈക്കം സ്വദേശി പിന്നീട് ആയിരങ്ങൾക്ക് ഓണസദ്യ വിളമ്പുന്ന നിലയിലേക്ക് വളർന്നു. മുംബൈ മലയാളിയുടെ വേറിട്ട ഓണസ്മരണയിലേക്ക്. വൈക്കത്തെ നാട്ടിൻപുറത്തെ ഓണാഘോഷങ്ങളുടെ ഓർമ്മകളുമായാണ് 80കളിൽ മുരളീധരൻ മുംബൈയിലെത്തുന്നത്. BMG കമ്പനിയിലെ ജോലി. പരിചയക്കാരായി ഒരു ബന്ധുപോലുമില്ലാത്ത അപരിചിതമായ നഗരം. ബോംബെ വരുന്നത് 1954 ആ സമയത്ത് നമ്മുടെ കമ്പനിയിലെ ശമ്പളമൊക്കെ വളരെ കുറവില്ല. നമ്മൾ 350 രൂപയ്ക്ക് ജോലി കയറിയ ആൾക്കാരാണ്. അപ്പം വളരെ പരിമിതപ്പെട്ട കയ്യിലുള്ള ചെറിയ പൈസ കൊണ്ട് ഓരോ ദിവസവും കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് നമ്മുടെ സമ്പ്രദായം. സസൂൺ ഡോക്കായിരുന്നു അന്നത്തെ തൊഴിലിടം. ഉച്ചഭക്ഷണം പതിവായി കഴിച്ചിരുന്നത് കൊളാബയിലെ മലയാളി ഹോട്ടലിൽ. അതിനകത്ത് പൈസ സ്വരൂപിച്ച് വയ്ക്കും. ഒരു നേരം ഇപ്പൊ ഡിന്നർ കഴിച്ചില്ലെങ്കിലും നമ്മൾ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിരിക്കും. ജോലി എടുക്കണ്ടാണല്ലോ. അന്ന് ഉച്ചയൂണിന് 2.5 രൂപ മാത്രം. എന്നാൽ ഒരു തിരുവോണ ദിവസം സദ്യ കഴിക്കാനാകാതെ നിരാശനായി മടങ്ങിയ കഥ മുരളീധരൻ വേദനയോടെ ഓർത്തെടുത്തു. അതിപ്പോ ഓർത്തെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കടയിൽ നിന്ന് വെള്ളം വരും. നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ ഫുഡ് കഴിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയൊരു ബാനർ കണ്ടു. അവിടെ ബാനർ കണ്ടു. ആ ബാനറിൽ കണ്ടു കഴിഞ്ഞപ്പോൾ തിരുവോണ ഉത്സവം സ്പെഷ്യൽ ഊണ് 7 രൂപ എന്ന് എഴുതി വെച്ചാണ്. ഞാൻ 2.5 രൂപ കൊണ്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഞാൻ കൗതുകത്തോടെ അദ്ദേഹത്തോട് ഓണമെന്ന് ചോദിച്ച്, ഞാൻ അറിയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ചോദിച്ചു പറഞ്ഞു, മുരളി ഇന്ന് സാധാരണ സദ്യ ഇല്ല കേട്ടോ, സാധാരണ ഊണ് ഇല്ല, ഇന്ന് തിരുവോണോത്സവം ഉള്ളൂ, തിരുവോണത്തിന്റെ സദ്യ ഉള്ളൂ, അതിന് 7 രൂപയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പതുക്കെ എൻ്റെ 2.5 രൂപ ഉള്ളൂ. ഞാൻ പിന്നെ തിരുവോണ സദ്യ കൊണ്ട് കടം പറയാൻ കഴിയില്ല. നമ്മുടെ ഒരു മലയാളികളെല്ലാം അഭിമാനികളാണ്. അത് പറയാൻ കഴിയില്ലാത്തതുകൊണ്ടും ആരോടും പൈസ വാങ്ങിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടും ഞാൻ ആ ഓണം കഴിക്കാതെ തിരിച്ചു ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിലെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെയായി ആഘോഷിച്ചിരുന്ന ഓണം അന്ന് മനസ്സിലേക്ക് ഓടിയെത്തി. ആ അനുഭവം പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. അന്നദാനം മഹാദാനം എന്ന വാക്കിന്റെ ആഴം സ്വന്തം ജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞു. കാലം കടന്നപ്പോൾ ഒരേ സമയം 10,000-ങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന അവസരങ്ങൾ ജീവിതത്തിലെത്തി. ഇന്ന് മുംബൈ മുരളീധരന് ഒരു നഗരം മാത്രമല്ല, ജീവിതം പകർന്നു നൽകിയ അന്നദാതാവാണ്. സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളും ഒത്തു ചേർന്ന് തിരുവോണവും വിഷുവും ആഘോഷിക്കുന്നതും ആ അനുഭവങ്ങളുടെ തുടർച്ച. ഒരിക്കൽ നഷ്ടപ്പെട്ട ഓണത്തിന്റെ മധുരം ഇന്ന് ആയിരങ്ങൾക്കൊപ്പം പങ്കിടുകയാണ് മുരളീധരൻ. ഹോട്ടലിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവിടുന്നു. ഞാൻ പല ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും ഹോട്ടൽ നടത്തുന്നതിന്റെ ഭൂരിഭാഗം പൈസ ഞാൻ ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. ഒരിക്കൽ 7 രൂപയ്ക്ക് നഷ്ടപ്പെട്ട ഓണം ഇന്ന് ആയിരങ്ങൾക്ക് വിളമ്പുന്ന സ്നേഹത്തിന്റെ തിരുവോണം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.